എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്സിനിടെ മൊബൈൽ ഫോൺ അടിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. മൊബൈൽ ഫോൺ എന്ന് പലരുടെ നിത്യജീവിതത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. അത് തീന്മേശയിലും എന്ന് വേണ്ട, ഇന്ന് ബാത്റൂമിൽ പോലും ചിലർ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. അത്രയ്ക്കും അവരുടെ ഭാഗമായി കഴിഞ്ഞു മൊബൈൽ ഫോൺ എന്നത്. എന്നാൽ സുഖത്തിൻ്റെ പരിപൂർണതയായ ലൈംഗിക ബന്ധത്തിനിടയിൽ ഒരു സുപ്രധാന കോൾ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അല്ലേ? ഇത്തരം രസകരമായ ഒരു സർവേ നടത്തുകയുണ്ടായി. അതിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് മിക്കവരും ഈ സമയവും ഫോൺ അറ്റൻഡ് ചെയ്യും എന്നത് തന്നെയാണ്. എന്നാൽ 25% പേര് ലൈംഗിക ബന്ധത്തിന് മുൻപ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ സൈലന്റ് മോഡിലേക്ക് മാറ്റുകയോ ചെയ്യും. കാരണം മറ്റൊരു കട്ടുറുമ്പിനെ തൻ്റെ സ്വകാര്യ സുഖത്തിൽ ഇടപെടുത്താൻ അനുവദിക്കുന്നില്ല എന്നത് തന്നെ. എന്നാൽ കോൾ അറ്റൻഡ് ചെയ്യുന്നവർ പറയുന്ന രസകരമായ മറുപടി ഇതായിരുന്നു. അഥവാ ലൈംഗിക ബന്ധത്തിനിടയ്ക്ക് കോൾ വന്നാൽ, അഥവാ ശീഘ്രസ്ഖലനമോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തേഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതൊരു ബ്രേക്കായി അവർ ഉപയോഗിക്കുമെന്ന്. അതെ, അവർക്ക് കൂടുതൽ ഫോർപ്ലേ നൽകുവാനും ലൈംഗിക ബന്ധം കൂടുതൽ സമയം നീട്ടിക്കൊണ്ടുപോകുവാനും ഇത് അവരെ സഹായിക്കുമെന്ന്. കാരണം അത്രയും സമയം അവർക്ക് റിലാക്സ് ചെയ്യാനും വീണ്ടും ഉത്തേജനം കൊണ്ടുവരുവാനും അതുപോലെ വീണ്ടും ബന്ധം വൈകിപ്പിക്കുവാനും ഇതിന് കാരണമാകുമെന്നാണ് ഇവരുടെ അഭിപ്രായം. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്തെന്നാൽ, നിങ്ങളുടെ കിടപ്പറയിൽ ഒരിക്കലും തലയണക്കടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പെൽവിക് ഭാഗങ്ങളിലുള്ള പോക്കറ്റുകളിലോ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നതാണ്. ഇത് നിങ്ങളുടെ, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ബീജശേഷിയെ ഇവ നന്നായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.